അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവെ, കുറേ നാളായി പരിശ്രമിച്ചിട്ടും ഇപ്പോഴും ഒന്നേം തന്നെ കിടക്കുന്ന ആൾക്കാരുണ്ട്. മാതാവേ, ഈ പ്രാർത്ഥന കേൾക്കുന്ന ഒരു മനുഷ്യനും ഇന്ന് സന്ധ്യക്കുള്ളിൽ സന്തോഷത്തിലേക്ക് വരാതിരിക്കരുത്. കെട്ടിക്കിടക്കുന്ന ഫയലുണ്ട്, ഒരു മറുപടി ഇല്ലാത്ത കത്തുകളുണ്ട്, ഇമെയിലുകളുണ്ട്. അങ്ങനെയുള്ള എല്ലാ വിഷയത്തിനുമേലും കർത്താവ് ഇന്ന് നീ തീരുമാനം എടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൻ്റെ ആസ്തി ഭദ്രത നിനക്കറിയാം. അത് നീ തന്നതാണ്. കോടിക്കണക്കിന് മനുഷ്യരുടെ ജപമാല, ലക്ഷക്കണക്കിന് മനുഷ്യരുടെ മധ്യസ്ഥ പ്രാർത്ഥന, ആയിരക്കണക്കിന് ആരാധന. ദൈവമേ,
അതെല്ലാം ആസ്തി ഭദ്രത ചെയ്യുന്നു. അങ്ങയുടെ മക്കൾക്ക് ഓരോരുത്തർക്കും, പ്രത്യേകിച്ച് പ്രയാസങ്ങളിരിക്കുന്നവർക്കും പ്രാർത്ഥിക്കാൻ തന്നെ പാടുള്ളവർക്കും അങ്ങ് വിതരണം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഉള്ള യാത്ര മുഴുവൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരെ, ഓരോരോ വ്യക്തികളെ കണ്ടുമുട്ടാൻ പോകുന്നവരെ, ഓരോരോ കാര്യങ്ങൾ ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞാൻ 39 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത, ദൈവമകനെ, ദൈവമകളെ, നീ ഇപ്പോഴും ആശീർവദിക്കപ്പെടുന്നു. നിന്റെ സങ്കടങ്ങളെ കർത്താവ് ഏറ്റെടുക്കുകയും നിന്നെ കർത്താവ് സന്തോഷത്തോടെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യട്ടെ. ഇന്ന് നമ്മൾ ഇന്നലത്തെ സുവിശേഷ ഭാഗ്യത്തിൻ്റെ 2ാമത് സുവിശേഷ ഭാഗ്യമുണ്ട്. മത്തായിയുടെ സുവിശേഷം 5:4. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മളെ പൊതുവെ നോക്കുമ്പോ ഇങ്ങനെ നിലയം വിളിച്ച് ഓലി വിട്ട് ഓരോ ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും എല്ലാം നിലയം പിടിച്ച് നടക്കുന്ന കുറെ ആൾക്കാരില്ലേ? ഞാൻ കുറെ എണ്ണം കണ്ടിട്ടുണ്ട്. ഒരു ആവശ്യമില്ലെങ്കിലും ചില പിള്ളേരെ കണ്ടിട്ടില്ലേ? പിള്ളേര് വെറുതെ എണ്ണുമ്പോൾ നിലവിളിക്കും. കുറച്ച് കഴിയുമ്പോ വാവേ എന്ന് പറയുമ്പോ പൂർവസ്ഥിതി പ്രാപിക്കും കൊച്ചു വെറുതെ കിടന്ന് നോക്കിയിട്ടാണ്. ഇതുപോലെ വലിയ മനുഷ്യരുണ്ട് വെറുതെ കിടന്ന് നിലവിളിക്കുന്നവർ. ഈശോയ്ക്ക് ഈ വെറുതെ കിടന്ന് നിലവിളിക്കുന്നവരെ ഭയങ്കര നീരസമാണ്. ഈശോ അവരെ ഗെറ്റ് ഔട്ട് അടിക്കും. എന്നുവെച്ചാൽ എല്ലാ കാര്യത്തിലും അളിഞ്ഞ മോന്തമായിട്ട് നിലപിടിച്ച് നടക്കണില്ലേ? നിങ്ങൾക്ക് തോന്നണ്ട ഈ ദൈവത്തിന് അത് വലിയ ഇഷ്ടമാണെന്ന്? നോ. അവർ ഈശോ ഗെറ്റ് ഔട്ട് അടിക്കുന്നത്. ഗെറ്റ് ഔട്ട് അടിക്കണ കേൾക്കാം. മത്തായി 9:23-24. യേശു ഭരണാധികാരിയുടെ ഭവനത്തിലെത്തി. കുഴലൂത്തുകാരെയും കുഴലൂത്തുകാരറിയാല എല്ലാത്തിനെയും. അതായത് സങ്കടം ഇങ്ങനെ കുഴലൂതി ഊതി എല്ലാ യഹൂദന്മാരെ വീട്ടിലും കാണും ഇതുപോലെ കുറെ ആൾക്കാർ. നമ്മൾ പണ്ട് ഇതുപോലെ തന്നെ ആ മരണാന്തരീക്ഷം നിലനിർത്താൻ വേണ്ടി റെക്കോർഡ് ഇടുകയല്ലേ? അപ്പോഴതിനകത്ത് വചനങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ റെക്കോർഡിൻ്റെ അകത്ത് വചനങ്ങളുണ്ട്. ലത്തീൻ കുടുംബങ്ങളിലൊക്കെ പണ്ട് അമ്മാനം വായിക്കുമായിരുന്നു, പുത്തമ്മാനം വായിക്കുന്നില്ല. എൻ്റെ ഒക്കെ എല്ലാം വചനങ്ങളുണ്ട്. കുഴലൂതണമല്ല, ഇതിങ്ങനെ ഈ ശോകമുഖമായ സ്വരങ്ങൾ കേൾപ്പിച്ചുകൊണ്ടിരിക്കും. എനിക്ക് സത്യം പറഞ്ഞ യഹൂദന്മാരുടെ കുഴലൂത്ത് എന്താണെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. എങ്കിലും പൊതുവെ അവരുടെ ആ രീതികളെ കുറിച്ച് അറിയാം. അപ്പോൾ ഒരു ശോകാമുഖമായ അന്തരീക്ഷം നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ ഈശ്വന്തി അവരെ ഗെറ്റ് ഔട്ട് അടിക്കും. അതാണ് വിഷയം. എപ്പോഴും ദൈന്യതയും പറഞ്ഞുകൊണ്ട്, എപ്പോഴും കാറിയും കുവിയും നിലയും വിളിച്ച് അവതായും പറഞ്ഞ് നടക്കുന്ന ആൾക്കാരില്ലേ? ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ അങ്ങനെയുള്ളൊരു ദൈവം അത്ര കണ്ട് അഡ്രസ്സ് ചെയ്യണില്ല. ഇപ്പൊ എന്താ ഈശോ പറയണത്? വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ആശ്വസിപ്പിക്കപ്പെടും. അപ്പൊ നിങ്ങൾ ഓർക്കും സുവിശേഷത്തില് ഇപ്പോൾ കരയുന്നവരെ എന്നും കിടക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഓർക്കുന്നത്, നമ്മൾ ഉടനെ ഓർക്കും ഇപ്പം നമ്മൾ പോയപ്പോൾ ജോലിയില്ല, വീടില്ല, വീട്ടിൽ മരണം, ഇതിൽ ആകസ്മികമായ സങ്കടം വന്നു എന്ന് അതിൻ്റെ പേരിൽ നമുക്കൊരു വിലാപമുണ്ടായി ഇപ്പം തന്നെ ആശ്വാസം കിട്ടും എന്ന് ചിന്തിക്കുന്നവരുണ്ട്. കിട്ടത്തില്ല എന്നൊന്നും ഞാൻ പറയണില്ല. അനുഭവത്തിൽ വിളിച്ചത് കിട്ടുക തന്നെ ചെയ്യും. പക്ഷേ അതിന് വേറൊരു വശം കൂടി ഉണ്ട്. എന്താണത്? അത് താഴത്തെ വചനമാണ് എൻ്റെ കീ. എന്താണ്? എന്നെ പ്രതി കരയുന്ന ആൾക്കാരൊക്കെ കൊള്ളാം, കരയണൊക്കെ കൊള്ളാം. കരയുന്നവർ ആശ്വസിപ്പിക്കപ്പെടും. വെറുതെ ഇരുന്നുണ്ട് വീടില്ലേ, ജോലിയില്ലേ, എനിക്ക് എൻ്റെ അവസ്ഥ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കരയണമല്ല. എന്നെ പ്രതി എന്നുള്ളത് ഇവിടെ ചേർക്കണം. കാര്യം എല്ലാത്തിനെയും താക്കോൽ കൊണ്ട് അടിയിൽ വെച്ചിരിക്കണം ഈശോ. എന്നെ പ്രതി എന്താണ്? അതിൻ്റെ സുവിശേഷം കൈമാറുന്നതിൻ്റെ വെളിച്ചത്തില്, സുവിശേഷം ജീവിക്കുന്നതിൻ്റെ വെളിച്ചത്തില്, സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന കരച്ചില്. അല്ല വയറ്റിപ്പിഴപ്പില്ലെന്ന് പറഞ്ഞ് കിടന്ന് കരയണതല്ല. അതിന് മര്യാദക്ക് അധ്വാനിക്കേണ്ടി വരും. നമ്മൾ ദൈവം സഹായിക്കും. പക്ഷെ അതിൻ്റെ വിഷയം എന്ന് പറയുന്നത് ഈ വിശ്വാസ കൈമാറ്റവും സുവിശേഷ സാക്ഷ്യത്തിൻ്റെ പേരിൽ പീഡനങ്ങളും പ്രയാസങ്ങളൊക്കെ അവ അനുഭവിക്കുന്നതിനെ കുറിച്ചാണ് ഈശോ ഈ സുവിശേഷ ഭാഗ്യത്തിൽ പറയണത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു കാഴ്ചപ്പാടാണത്.
കുഴപ്പമില്ലാത്തൊരു കാഴ്ചപ്പാടാണെന്ന് തോന്നുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ അത് എഴുതിയിട്ടുണ്ടല്ലോ, ഇതെല്ലാം കഴിയുമ്പോൾ ഈശോ പറയുന്നുണ്ടല്ലോ, എന്നെ പ്രതി. ആ വചനം ഒന്നിട്ട് വായിച്ചേ. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുമ്പോണ്ടാകുന്ന കരച്ചിലുണ്ടല്ലോ. അപ്പൊ കരയുന്നവർ അനുഗ്രഹീതർ. പീഡിപ്പിക്കുകയും മനുഷ്യർ നിങ്ങളെ കർത്താവിന്റെ വചന വിശ്വാസ സ്വീകരിച്ചതിന്റെ പേരിൽ നമ്മളെ പീഡിപ്പിക്കുന്നവരല്ലേ. ഇപ്പൊ തന്നെ ജെമിയുമായി ഈശോയെ ഏറ്റുപറഞ്ഞതിന്റെ പേരിൽ എന്തുമാത്രം പുകില ഉണ്ടായത്. അവളെ ആക്ഷേപിച്ച ആൾക്കാരൊക്കെ ഇല്ലേ, അതിന് കരച്ചിലൊന്നുമില്ല, എന്നാൽ തന്നെയും ആക്ഷേപിച്ച യഥാർത്ഥ വിശ്വാസികൾക്ക് വിശ്വാസം ഏറ്റു പറയുമ്പോൾ ആരും ആക്ഷേപിച്ചാൽ അവർക്ക് മൈൻഡ് ചെയ്യത്തില്ല. കാര്യം ആ വിശ്വാസത്തിലേക്ക് അവർ വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക മാത്രമേ ഉള്ളൂ, വരെ കാര്യമൊന്നും ചെയ്തില്ല. അപ്പൊ എന്നെ മനുഷ്യനെ അവഹേളിക്കുകയും അടുത്ത വചനം എന്താ, പീഡിപ്പിക്കുകയും വിശ്വാസം നമ്മൾ സ്വീകരിക്കാൻ കൈമാറും ചെയ്തതിന്റെ പേര് ഉണ്ടാകുന്ന പീഡനങ്ങളിൽ നമുക്കുണ്ടാകുന്ന കരച്ചില്. എല്ലാവിധ തിന്മകളും നമ്മൾ കള്ളക്കേസ് കൊടുക്കത്തില്ല നമുക്കെതിരെ, എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി ആരോപിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. അപ്പൊ മനസ്സിലായി, സുവിശേഷ കൈമാറ്റത്തിലാണ് വിഷയം വരുന്നത്. നമ്മൾ സുവിശേഷ ഭാഗ്യങ്ങളെന്ന് പറഞ്ഞിട്ടേ വെറുതെ ഇരുന്ന് കരയുന്നവരും ദുഃഖിക്കുന്നവരെന്നൊക്കെ പറഞ്ഞൊരു കഥയില്ല. താഴെ വൃത്തിയായിട്ട് കാര്യം എഴുതിയിട്ടുണ്ട്. എന്താണ്? എല്ലാം ഈശോനെ പ്രതി ആയിരിക്കണം, ഈശോയുടെ വചനത്തെ പ്രതി ആയിരിക്കണം. ആ വചനം ജീവിക്കുന്നതിന്റെ പേരിൽ ഒരു വ്യക്തിക്കുണ്ടാകുന്ന നഷ്ടങ്ങളെ പ്രതി കരയുന്നവർ എന്താ എഴുതിയിരിക്കണത്? കരയുന്നവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ അവർ ആശ്വസിപ്പിക്കപ്പെടും. അവർ ആശ്വസിപ്പിക്കപ്പെടുമെന്ന് പറയണത് ദൈവം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണത്. അത് ഈ ജീവിതത്തിൽ വെച്ച് തന്നെ ആകാം, അല്ലെങ്കിൽ നിത്യജീവിതത്തിൽ വെച്ച് തന്നെ ആകാം. എവിടെ ആയാലും ശരി അത് റീഫണ്ടബിൾ ആണ്. അതുകൊണ്ട് കർത്താവിൻ്റെ പേരിൽ വിശ്വാസം കൈമാറിയതിൻ്റെ പേരിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ ഈ വചനം ശ്രദ്ധയോടെ ഒന്നുകൂടി വായിക്കണം. എന്നിട്ട് ദൈവത്തിന് കർത്താവിൻ്റെ വിശ്വാസം കൈമാറാൻ കഴിഞ്ഞതിൽ സന്തോഷിക്കണം. ഓക്കെ അല്ലേ? ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. മനുഷ്യരുടെ ഇടയിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുൻപിൽ ഞാനും ഏറ്റുപറയും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ പുണ്യഭൂമിയിൽ വരുവാനും ഉടമ്പടി എടുക്കുവാനും ഉണ്ടായ സാഹചര്യം ചെറുതായിട്ട് ഞാനൊന്ന് പറയാം. ഞാനൊരു പ്രവാസിയായിരുന്നു. 2000-ലാണ് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നത്, ആ കോവിഡിൻ്റെ മൂർധന്യത്തിൽ. ഈ അവസരത്തിൽ ക്വാറന്റൈൻ പോയ സമയത്ത് വളരെയധികം മാനസികമായ ബുദ്ധിമുട്ടുകളും വിഷമസന്ധികളും ഞാൻ അനുഭവിക്കേണ്ടി വന്നു ആ ദിവസങ്ങളിൽ. ഇനി എങ്ങനെ ഈ ദിവസങ്ങൾ മുന്നോട്ട് തള്ളി നീക്കുമെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം എൻ്റെ ബ്രദർ ഒരു സിം കാർഡ് എനിക്ക് കൊണ്ടുവന്ന് തന്നു. അതിനകത്ത് ഈ കൃപാസനത്തിൽ നടക്കുന്ന ആരാധനകളും പ്രാർത്ഥനകളും മാത്രമാണ് ഉണ്ടായിരുന്നത്, ഉടമ്പടി പ്രാർത്ഥനകളെല്ലാം. ഞാനാണെങ്കിൽ ഇതിക്ക് മുൻപ് കേട്ടിട്ടുണ്ട്, എന്നാൽ കൂടുതൽ ഗവനിച്ചിട്ടുണ്ടായിരുന്നില്ല അതിനെപ്പറ്റി. കാരണം എല്ലാ സ്ഥലത്തും നടക്കുന്നുണ്ടല്ലോ, ഡിവൈനിലുണ്ട്, ജെറുസലേം, അങ്ങനെ. ഞാൻ ആ രീതിയിലാണ് ചിന്തിച്ച് പോയിട്ടുള്ളത്. പക്ഷേ ഈ സിം കിട്ടി അവിടെ 14 ദിവസം അങ്ങനെ വേറെ ഒരു മാർഗ്ഗവുമില്ല. ആ റൂമിൽ തന്നെ ആയിരിക്കുന്ന സമയത്ത് ഇത് മുഴുവനും കാണുവാനും അമ്മയെപ്പറ്റി കൂടുതൽ അടുത്തറിയുവാനും ഇവിടുത്തെ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കുവാനും സാധിച്ചു. വളരെയധികം സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ ആ ദിവസങ്ങളെല്ലാം തള്ളി നീക്കി. ഈ സമയത്ത് ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നു ഈ പുണ്യഭൂമിയിൽ ഒരു ദിവസം വരണമെന്ന്. അതിന് വീട്ടിൽ വന്നപ്പോൾ തുടങ്ങി അതിനുവേണ്ടി പരിശ്രമിച്ചു. 3 കൊല്ലമായിട്ടും എനിക്ക് ഇങ്ങോട്ടേക്ക് വരുവാൻ സാധിച്ചില്ല. ഓരോ തടസ്സങ്ങൾ എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെയൊക്കെ സമയത്താണ് പെട്ടെന്ന് എനിക്കൊരു സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ട് വീട്ടിലുണ്ടായി. എനിക്ക് ആ കാര്യം നടത്തിയേ പറ്റുള്ളൂ. 10 രൂപ പോലും എൻ്റെ കയ്യിലില്ല. ആ സമയത്ത് എന്ത് ചെയ്യണം? ഞാൻ വൈഫിൻ്റെ അടുത്ത് ചോദിച്ചു, എന്ത് ചെയ്യും, 10 രൂപ പോലും ഇല്ലല്ലോ. അപ്പോൾ അവൾ പറഞ്ഞത് ദൈവം ഒരു വഴി കാണിച്ചു തരും. ഞാൻ ചോദിച്ചു, നിനക്ക് ഉറപ്പാണോ? അവൾ പറഞ്ഞു, ഉറപ്പ് തന്നെയാണ്. പിന്നെ എന്താ, ഒരു കാര്യം കൂടി ഉണ്ട്. ഞാൻ ചോദിച്ചു, എന്താണ്? അമ്മയോട് കൂടി ഒന്ന് പറയണമെന്ന്. അപ്പോൾ അമ്മയെ മുന്നേ തുടങ്ങി മുറുകെ പിടിച്ച് അമ്മയാണ് കുടുംബം നയിക്കുക, അമ്മയാണ് ഞങ്ങൾക്ക് സർവസ്വമായിട്ടുള്ളത് മുന്നേ തുടങ്ങി. അങ്ങനെ ഞാൻ അമ്മയോട് അന്ന് പറയാൻ പോയില്ല. ഞാൻ പിറ്റേ ദിവസം ഒരു കുറച്ച് പൈസ അന്വേഷിച്ച് എൻ്റെ അടുത്ത 2 കൂട്ടുകാരന്മാരുണ്ട്, എന്ത് സഹായത്തിനും പോകുന്നവരാണ്, സാമ്പത്തിക ശേഷിയുണ്ട്, എല്ലാ കാര്യങ്ങളുമുണ്ട്. അവരുടെ അടുക്കൽ ഞാൻ പോയി വിവരം പറഞ്ഞു. 2 പേരും വളരെ ഈസിയായിട്ട് കൈമലർത്തി അത് നിഷേധിക്കാൻ പൈസ തന്നില്ല. അപ്പോൾ ഞാൻ ആലോചിച്ചു എന്താണ് അതിൻ്റെ കാര്യം. അപ്പോൾ എനിക്ക് തോന്നി അമ്മ തന്നെയായിരിക്കും അതിനകത്ത് ഇടപെട്ടേക്കണം. ഞാനങ്ങനെ വിഷമിച്ച് വീട്ടിൽ ചെന്നു. വൈഫിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ നാളെ കൃപാസനം പോവാം. പിറ്റേ ദിവസം ഞാൻ കൃപാസനത്തിലെത്തി. ഇവിടെ വന്ന് ഉടമ്പടി ആ സമയങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കിയിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ തന്നെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷവും ഒരു ആഹ്ലാദവും അലതല്ലിയിരുന്നു. നല്ല സമാധാനവും സന്തോഷം ഉണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ ചെന്നു. 10 വൈകുന്നേരം 10 വീട്ടിൽ ചെന്നപ്പോൾ അവൾ പ്രാർത്ഥന എത്തിച്ചിട്ട് തിരി അണച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ചെന്നതിന് ശേഷം തിരി അണച്ചേ. അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. പിറ്റേ ദിവസം ഉടമ്പടി ചെയ്തിട്ട് അതിനുള്ള പരിപാടികൾ അതിനുള്ള തുടക്കമായി. എന്ന് പറഞ്ഞാൽ വിളക്ക് കത്തണമെങ്കിൽ എണ്ണ ഒഴിക്കണം. ഇവിടെ നമ്മൾ ഉടമ്പടിയും അല്ലെങ്കിൽ പ്രാർത്ഥനകളും ഇവിടെ നിയോഗങ്ങളും എഴുതി വെച്ചിട്ട് വെറുതെ നടന്നുകൊണ്ട് കാര്യമില്ല. എണ്ണ ഒഴിച്ചാൽ വിളക്ക് കത്തുന്ന പോലെ അതിനുള്ള നടപടികൾ നമ്മൾ വീട്ടിൽ ചെയ്യണം. ഈ പറഞ്ഞ പോലെ എൻ്റെ എളിയ സഹോദരന്മാരിൽ ആർക്കെങ്കിലും നിങ്ങൾ നന്മ ചെയ്തപ്പോൾ
എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് യേശുനാഥൻ്റെ വാക്കുകളുണ്ട്. അത് നമ്മളെ അനുദിനവും ഓർമ്മിപ്പിക്കുന്നതാണ്. അവിടെ നിന്ന് പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യാൻ അച്ഛൻ എപ്പോഴും ഇവിടെ വരുമ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ എപ്പോഴും നിർബന്ധം പറയുന്ന ഒരു കാര്യമാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങൾ രോഗികളെ കാണണം, ശുശ്രൂഷിക്കണം, സഹായം ചെയ്യണം. ഇത് മാത്രമാണ് ഇവിടെ പറയുന്നത്. എൻ്റെ ഇടവക പള്ളിയിലും വികാരിയച്ഛൻ കുർബാനയ്ക്ക് മുൻപ് 2-3 മിനിറ്റ് ആ പറയുന്ന സുവിശേഷത്തെ പറ്റി വിചിന്തനം ചെയ്തുകൊണ്ട് പറയും, നിയോഗങ്ങളും പ്രാർത്ഥനകളും കർത്താവിന് മുൻപ് സമർപ്പിച്ചിട്ട് നമുക്ക് ബലിയർപ്പണം അർപ്പിക്കാമെന്ന്. ഇവിടെയും പറയുന്നത് തന്നെയാണ്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. ബലിയർപ്പണത്തിൽ പങ്കുചേരുന്നതിനോടൊപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഉടമ്പടി നിറവേറ്റാനായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവിടുന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുക. ഞാൻ കൂടുതൽ അങ്ങോട്ടേക്ക് പോകുന്നില്ല. അവിടുന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുക. അങ്ങനെയുള്ള നന്മ പ്രവൃത്തികൾ നമ്മൾ ചെയ്താലാണ് അച്ഛൻ പറയുന്ന പോലെ അത് ആളി കത്തുകയുള്ളൂ, നമ്മുടെ കാര്യങ്ങൾ എളുപ്പം സാധിക്കുകയുള്ളൂ. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ അങ്ങനെ മൂന്നാമത്തെ ദിവസം എൻ്റെ മുന്നിൽ ഒരാൾ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നത് വെറുതെ ഒരു മിന്നായ പോലെ തോന്നുക. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണാവോ. ഞാൻ വേഗം ഫോൺ എടുത്ത് ആളെ വിളിച്ചു. പൈസയുടെ കാര്യം ഞാൻ ഉണർത്തിച്ച ആളെടുത്ത്, ചേട്ടാ എനിക്കിങ്ങനെ കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്, എന്ത് ചെയ്യാമെന്ന് സഹായിക്കാൻ പറ്റുമോ? എത്ര പൈസ വേണം ചേട്ടാ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചത്. ഞാൻ പറഞ്ഞ ഒരു 3 ലക്ഷം രൂപ. അപ്പോൾ തന്നെ ഞാൻ വേറൊരു കൂട്ടുകാരനെ, അപ്പം മുന്നിൽ കണ്ട കൂട്ടുകാരനെ, തോന്നിയ കൂട്ടുകാരനെ വിളിച്ചു. എത്ര പൈസ വേണം പൗലോസേ? ഞാൻ പറഞ്ഞു 1 ലക്ഷം രൂപ. കൂടുതൽ പൈസ ചോദിക്കാൻ എനിക്ക് പേടിയാണ്, ഒരു 7-8 ലക്ഷം രൂപ വേണം. അപ്പോൾ പറഞ്ഞു അടുത്ത ദിവസം ഒന്ന് വാങ്ങിക്കോ. ആ ഫോൺ വെച്ചപ്പോൾ തന്നെ ഒരു ഫോൺ കോൾ വരികയാണ് ഉണ്ടായത് ബാങ്കിൽ നിന്ന്. ഒരു ലോൺ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു, ഒരാഴ്ച ഉണ്ടായിരുന്നില്ല, അത് 2-3 മാസം പിടിക്കുന്ന പറഞ്ഞിരുന്നത്. അതിൽ 1-2 ഡോക്യുമെൻറ്റ്സിന് വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ ബാങ്കിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, റോസിലി പൗലോസിൻ്റെ വീടല്ലേ, എൻ്റെ വൈഫാണ് റോസിലി. ഞാൻ പറഞ്ഞു അതെ. അപ്പം ബാങ്കിൽ ലോൺ അപേക്ഷിച്ചിട്ടുണ്ട് ഉണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് 1-2 ഡോക്യുമെൻറ്റ്സിന് വെക്കാനുണ്ട്, അത് വെച്ചിട്ട് ഇന്ന് തന്നെ പൈസ എടുത്തോളാൻ. ഉടമ്പടി എടുത്തതിൻ്റെ ഒരാഴ്ചയ്ക്ക് ഉള്ളിൽ നടന്ന സംഭവമാണത്. അപ്പോൾ പൈസ എത്രയായി? 8 ലക്ഷം രൂപയുടെ കാര്യം നടന്നപ്പോൾ തന്നെ. അപ്പോൾ അങ്ങനെ ഡോക്യുമെൻറ്റ്സ് വെക്കാനായിട്ട് ഞാൻ ആ ഒരു വളിപ്പിൽ കുറേ വാഴ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഒരു പാട്ടക്കരാർ തരണം. പാട്ടക്കരാർ മുന്നേ വെള്ള പേപ്പറിൽ എഴുതി തന്നിരുന്നു. അത് ബാങ്കിൽ കൊണ്ടുവച്ചാൽ അവരത് എടുക്കില്ല, മുദ്രപത്രത്തിൽ എഴുതി കൊണ്ടുവരണം. അത് ആ മനുഷ്യനോട് പറഞ്ഞിട്ട് ആൾ കേട്ടില്ല. ഞാൻ എഴുതി തന്നിട്ടുണ്ട്, അത് മതിയെന്ന് പറഞ്ഞിട്ട് പിന്നെ എഴുതി തരാൻ ആൾ കൂട്ടാക്കിയില്ല. ഞാനങ്ങനെ ബാങ്ക് പറഞ്ഞതനുസരിച്ച് അവൻ്റെ അടുത്തേക്ക് മകനെ പറഞ്ഞയച്ചു. പേപ്പർ കൊണ്ട് ഞാൻ വേഗം ഒപ്പിട്ട് കൊടുത്തു. അങ്ങനെ ബാങ്കിൽ കൊണ്ടുകൊടുത്തു. ആ പൈസ അന്ന് തന്നെ സാങ്ഷനായി. അപ്പോൾ ഒരു കാര്യം ഉടനടി മറുപടി എന്ന് പറഞ്ഞ പോലെ തന്നെ ആ ഒരു കാര്യം അത്ഭുതകരമായിട്ട് നടന്നു. പിന്നീട് ഉണ്ടായത് ഒരു 7-8 വർഷമായിട്ടുണ്ട്. എൻ്റെ അവിടെ പള്ളിയിൽ ഞാൻ കുവൈറ്റിലായിരുന്നു പറഞ്ഞല്ലോ, കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ 1/2 മണിക്കൂർ 3/4 മണിക്കൂറൊക്കെ നിൽക്കേണ്ടി വരുമ്പോൾ എൻ്റെ മുട്ടുകാലിന് മുകളിലേക്ക് ഭയങ്കര തരിപ്പും മരവിപ്പാണ്. ഒരു രക്ഷയുമില്ല. പിന്നെ മണിക്കൂറുകൾ അങ്ങനെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ വിശ്വാസ പ്രമാണം എത്തിച്ചിട്ട് തൈലം പൂശുക, തൈലം എടുത്ത് പുരട്ടും. എന്ത് രോഗത്തിനും വൈഫായാലും ഞാനായാലും ഈ മരുന്നിനേക്കാൾ ഉപരി തൈലമാണ് ഉപയോഗിക്കുന്നത്. അത് മറുപടി കിട്ടുകയും ചെയ്യും. ആ തൈലം പുരട്ടി ഒരു സുപ്രഭാതത്തിൽ ആ മരവിപ്പും തരിപ്പും മാറിയെന്ന് 2-3 മാസമായിട്ട് യാതൊരു പ്രശ്നമില്ല. അത് ആപ്പാടെ പമ്പ കിടന്നു, തൈലം പൂശുന്നതിൻ്റെ പേരിലാണ്. പിന്നെ അങ്ങനെ നിരവധി അനുഗ്രഹങ്ങളുണ്ട്. ഞാനും വൈഫും കൂടി വൈഫിൻ്റെ വീട്ടിൽ ഒരു ഫംഗ്ഷന് പങ്കെടുത്ത് വരുമ്പോൾ വൈകുന്നേരം 8 മണിയായിരുന്നു. അപ്പോൾ ഒരു സർവീസ് റോഡിൽ കൂടി വരിക. സർവീസ് റോഡിൽ നിന്ന് ട്രാൻസ്പോർട്ട് ബസ് ഹൈവേയിലേക്ക് കയറുന്നുണ്ട്. ഞങ്ങൾ ആ ഹൈവേയിലേക്ക് കയറുന്ന ഭാഗം വിട്ട് ആ പോർഷൻ വിട്ട് ഇങ്ങോട്ട് പോകുന്നു. ഈ ബസ് തിരിഞ്ഞു വന്നത് എൻ്റെ സ്കൂട്ടറിന്മേൽ പതുക്കെ തട്ടിയുള്ളൂ. തട്ടി വഴി വൈഫ് തെറിച്ച് വീണത് ഹൈവേയുടെ സൈഡിലേക്കാണ്. എനിക്കിപ്പോഴും ഓർക്കാൻ പറ്റാത്ത സംഭവമാണ്. കാരണം സദാസമയം വണ്ടികൾ ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം, ചാലക്കുടിക്ക് അടുത്ത് തന്നെ ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സെക്കൻഡുകളിൽ ഒരു വണ്ടിയും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. വേഗം ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടി വന്ന് വൈഫിനെ എടുത്തു, എന്നെ എടുത്ത് കൊണ്ടുവന്ന് അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഒരു 3 മാസത്തെ ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നുള്ളൂ. വേറെ പ്രശ്നമില്ലാതെ അങ്ങനെ വളരെയധികം മാറിപ്പോയി. പിന്നെ അതേപോലെ തന്നെ നിരവധിയായിട്ടുള്ള അനുഗ്രഹങ്ങളുണ്ട്. ഈ 2 മാസം മുൻപുണ്ടായ സംഭവം, ഞാൻ ഉച്ചയ്ക്ക് പാടത്ത് പണിക്ക് പോയിട്ട് ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുക. അപ്പോൾ വൈഫ് കറി ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നോട് 5 മിനിറ്റ് വെയിറ്റ് ചെയ്യും, ഇത് ശരിയാവട്ടെ ഞാൻ തരാമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ ഹാളിൽ പോയി ഫാനിട്ട് അവിടെ കിടന്നു. പതിപോലെ മൊബൈലെടുത്ത് ഇങ്ങനെ തോണ്ടാൻ തുടങ്ങി. പെട്ടെന്ന് മൊബൈൽ അവിടെ നിന്നത് സിക്കുമുൽ മരത്തിൽ സക്കേബൂസ് കയറിയിരുന്നപ്പോൾ തമ്പുരാൻ അവിടെ വന്നപ്പോൾ സക്കേബൂസിനെ കണ്ടപ്പോൾ അവിടെ നിന്ന പോലെ ആ മൊബൈൽ അവിടെ നിന്ന ഭാഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന ലൈവായിട്ട് നടക്കുന്ന ആരാധനയും പ്രാർത്ഥനയുമായിരുന്നു ആ മൊബൈൽ ആ നിന്ന സംഭവം. ഞാനങ്ങനെ എല്ലാം ഉപേക്ഷിച്ചിട്ട് അതിൽ മുഴുകി അങ്ങനെ 5 മിനിറ്റ് വരെ ധ്യാനിച്ച് അങ്ങനെ അതിൽ കൂടി ആരാധനയിൽ കൂടി ഇരിക്കുകയാണ്. ആ സമയത്ത് അച്ഛൻ പറഞ്ഞു, ഒരു സഹോദരൻ്റെ മുട്ടിന് മുകളിൽ തുടയിൽ ഒരു 50 പൈസ പട്ടത്തിൽ ഒരു കുരു ഉണ്ടായിട്ടുണ്ട്, അത് പഴുത്ത് വ്രണമായിട്ടുണ്ട്, അത് പൊട്ടുന്നില്ല, വളരെയധികം മാനസിക വേദന അനുഭവിക്കുകയാണ് എന്ന് അച്ഛൻ പറയുകയുണ്ടായി. ആ സഹോദരനെ ദൈവം സൗഖ്യപ്പെടുത്തുന്നു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഞാൻ അവിടെ കിടന്ന് ഉരുണ്ടു. എനിക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. ഞാൻ വേഗം അടുക്കളയിൽ പോയി വൈഫിനെ വിളിച്ചു വന്ന് കൈ കഷത്തിൽ വെച്ച് ഞാൻ പിടിച്ച് വലിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അവൾ പറഞ്ഞു, എവിടേക്കാണ്, എന്താണ് കാര്യം എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നീ ഇങ്ങോട്ട് വാ. ഞാൻ പോയി ബെഡ്റൂമിൽ പോയി ആ ബെഡ്റൂമിൽ കിടന്നു. അവൾ തലേ ദിവസം വൈകുന്നേരം കൂടി അവൾ തൈലം പുരട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഇങ്ങോട്ട് വാ, നോക്കി എന്താ സംഭവം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ആ കുരു അവിടെ ഉണ്ടോ നോക്കി, എന്താ സംഭവം. അവൾ പറഞ്ഞു, എന്താ കാര്യം എന്ന് വെച്ചാൽ പറയും. ഞാൻ അവൾ നോക്കിയപ്പോൾ പിച്ച് നോക്കി, തടവി നോക്കി, ആ കുരു അവിടെ ഒന്നുമില്ല. അന്ന് തന്നെ അപ്രത്യക്ഷമായതാ. അവൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ അച്ഛൻ്റെ ആരാധനയിൽ പങ്കെടുക്കാതിരുന്ന സമയം
അതിനുള്ളിൽ അച്ഛനോട് വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഉണ്ടായ സംഭവമാണ്, അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ച് പറഞ്ഞതെന്ന് കാണിച്ചു തന്നത്. അങ്ങനെ രൂപത്തിന് മുന്നിൽ മുട്ടുകുത്തി മാതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് സന്തോഷപൂർവ്വം ഞങ്ങൾ പിരിയുകയാണ് ഉണ്ടായത്. അതിനുശേഷം അങ്ങനെ തുടർന്ന് കുടുംബങ്ങളിൽ ഒട്ടനവധി അനുഗ്രഹങ്ങൾ ഞാൻ പണ്ടേ വന്ന് സാക്ഷ്യം പറയേണ്ടതായിരുന്നു കേട്ടോ, അതും കൂടിയും പറയാനുണ്ട് മാതാവിൻ്റെ അടുക്കൽ. പക്ഷേ ഞാൻ വരട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ നീണ്ടു നിൽക്കുകയായിരുന്നു. ഒരു കാര്യം ഉറപ്പാണ്, ഉടമ്പടി എടുക്കുന്ന എല്ലാ മക്കൾക്കും സദാസമയവും മാതാവിൻ്റെ പരിരക്ഷണമുണ്ട്, അവരെ മാതാവ് പൊതിഞ്ഞ് സംരക്ഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിന് ഒരു സംശയമില്ല, എനിക്കും ഒരു സംശയം തന്നെയില്ല. ഇങ്ങനെ നിരവധിയായ കാര്യങ്ങൾ ചെയ്ത മാതാവിന് തിരുക്കുമാരും കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എൻ്റെ സുവിശേഷ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കൊണ്ടുവന്ന പത്രം ഞാനൊരു ദിവസം പള്ളിയിൽ കുർബാന കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വിതരണം ചെയ്തിരുന്നു. പക്ഷേ എല്ലാവരും സന്തോഷത്തോടു കൂടി വാങ്ങുന്നുണ്ടെങ്കിലും അത് കൂടുതൽ ഫലപ്രദമാകുന്നുണ്ടോ എനിക്ക് സംശയമുണ്ടായിരുന്നു. പിന്നെ മുതലേ ഞാൻ കൊണ്ടുവന്ന പത്രങ്ങളെല്ലാം വീടുകൾ കയറിയിറങ്ങി എല്ലാ വീട്ടിലും കൊടുത്തിട്ടേ ബാക്കിയുള്ള കാര്യങ്ങളുള്ളൂ. പിറ്റേ ദിവസം തന്നെ അത് കൊടുത്തു തീർന്നിരിക്കും. പിന്നെ അതുപോലെ തന്നെ പരിസരങ്ങളിൽ വീണ് കയ്യും കാലം കൊടിഞ്ഞിട്ട് പണിക്ക് പോകാൻ പറ്റാത്ത സാധുവായിട്ടുള്ള മനുഷ്യരുണ്ട്. അവരെ പോയി കാണുകയും പറ്റാവുന്ന വിധത്തിൽ സാമ്പത്തിക സഹായം അവർക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ട് അവരായിട്ട് സംസാരിക്കുകയും കുറേ സമയം അവിടെ ചിലവഴിക്കും. വീട്ടിലെ ചുറ്റുവട്ടങ്ങളിലുള്ള വയസ്സായിട്ടുള്ള മാതാപിതാക്കൾ ഒത്തിരി പേര് തന്നെ കുടുംബത്തിൽ ആരുമില്ലാതെ അല്ലെങ്കിൽ ഒരാളും രണ്ടാളും വേണ്ടി ഇരിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്. എനിക്ക് ഈ പ്രായം ചെന്ന മാതാപിതാക്കന്മാരുടെ അടുക്കൽ പോയിരുന്ന് വർത്തമാനം പറയാൻ വളരെ സംഭവമാണ്. അങ്ങനെ അവരുടെ അടുത്ത് പോയി സംസാരിക്കുകയും വളരെയധികം സന്തോഷത്തോടുകൂടി പിരിഞ്ഞു പോവുകയും ചെയ്യാറുണ്ട്. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരന് കോടാനുകൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. വിശുദ്ധ പൗലോസ് ശ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങൾ. നിയമാനുസൃതം മത്സരിക്കാത്ത ഒരു കായികാഭ്യാസിക്കും കിരീടം ലഭിക്കുകയില്ല. അധ്വാനിക്കുന്ന കർഷകനാണ് വിളവിൻ്റെ ആദ്യ പങ്ക് ലഭിക്കേണ്ടത്. ഞാൻ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് നീ അവധാനപൂർവ്വം ചിന്തിക്കുക. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ട കഴിവ് കർത്താവ് നിനക്ക് തരും. പൗലോസ് എന്ന ഈ സഹോദരൻ്റെ വളരെ ശക്തമായ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്, ദൈവം നമുക്ക് വചനത്തിലൂടെ ഒരുപാട് സൗഖ്യവും സമാധാനവും സന്തോഷവും സമ്പത്തും ഐശ്വര്യവും എല്ലാം തന്നെ തികച്ചു തരുന്നു. നമ്മുടെ എല്ലാ കുറവുകളെയും നിറവുകളാക്കുന്ന ഒരു വലിയ സാക്ഷ്യമാണ് ഈ സഹോദരനോട് പങ്കുവച്ചത്. പൗലോസിന് പറയാനുള്ളത്, എനിക്ക് ഒരു സിം കാർഡാണ് എന്നെ ഇങ്ങോട്ട് നയിച്ചത്. നമുക്കൊരു പക്ഷേ ഒരു സുഹൃത്തായിരിക്കാം, അല്ലെങ്കിൽ ഒരു കൃപാസനം പത്രമായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സന്ദേശമായിരിക്കാം. ഇങ്ങനെയൊക്കെയാണ് ആരെങ്കിലും ഇവിടെ വരുന്ന എല്ലാവർക്കും ഒരു ഡേറ്റ് ഉണ്ട്. പരിശുദ്ധ അമ്മ നമ്മെ ആകർഷിക്കുന്ന, പരിശുദ്ധ അമ്മ നമ്മെ വിളിക്കുന്ന ഒരു ദിവസം ഇവിടെ വരുന്ന എല്ലാവർക്കുമുണ്ട്. ആ ഡേറ്റ് നാം എല്ലാവരും ഓർത്തിരിക്കും. പരിശുദ്ധ അമ്മ എന്നെ വിളിച്ച ദിവസം, ഈ കൃപാസനത്തിലേക്ക് കയറി വന്ന ദിവസം അതായിരുന്നു. നമുക്ക് ഡേറ്റും സമയവും ഒക്കെ കൃത്യമായി അറിയാം. കാരണം നാം പരിശുദ്ധ അമ്മയുടെ ആലയത്തിലേക്കാണ് വന്നിരിക്കുന്നത്. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്താണ് പരിശുദ്ധ അമ്മ നമ്മെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. ഈ സഹോദരനും അത് തന്നെയാണ് പറയാനുള്ളത്. 10 രൂപ പോലും കയ്യിലില്ലാതിരുന്ന, പ്രവാസിയായി കഴിഞ്ഞിരുന്ന സമയത്ത് മറ്റൊന്നും കേൾക്കാനില്ല, വളരെ ദാഹത്തോടു കൂടി സിം കാർഡിലുണ്ടായിരുന്ന കാര്യങ്ങൾ കൃപാസനത്തെക്കുറിച്ച് മാത്രമായിരുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ഈശോ പ്രാപിച്ചിരുന്ന എല്ലാ അത്ഭുതങ്ങളെക്കുറിച്ചും അച്ഛൻ്റെ ആരാധനകളും ഇവിടുത്തെ സാക്ഷ്യങ്ങളുമെല്ലാം അദ്ദേഹം വളരെ ദാഹത്തോടെ ഉത്സാഹത്തോടെ കേട്ടു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തൻ്റെ ജീവിത പങ്കാളിയോട് ഷെയർ ചെയ്തപ്പോൾ ജീവിത പങ്കാളി പറഞ്ഞു, ദൈവം നടത്തി തരും. പക്ഷെ നമുക്ക് അമ്മയോട് കൂടെ ഒന്ന് പറയാം. ജീവിത പങ്കാളിയുടെ ഒരു വലിയ വലിയൊരു പങ്ക് ഇവിടെയുണ്ട്. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഇവർ രണ്ടുപേരും ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഉടൻ പരിഹാരം. അദ്ദേഹം പറയുകയായിരുന്നു, എനിക്കുണ്ടായിരുന്ന വലിയ കടബാധ്യതകൾ, എന്നെ ആദ്യം കൈമലർത്തി നിസ്സഹായത കാണിച്ച സുഹൃത്തുക്കൾ ഒരു സമയത്തുണ്ടായിരുന്നെങ്കിലും ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ എനിക്ക് ബാങ്ക് ലോൺ പാസ്സാകുന്നു. എനിക്കുണ്ടായിരുന്ന സുഹൃത്തുക്കളെല്ലാം എന്നെ വളരെയധികം ലക്ഷം രൂപകൾ തന്ന് എന്നെ സഹായിക്കുന്നു. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി ഒരു ദൂതനെ അയക്കുന്ന, ഈശോയുടെ ആ വലിയ സംരക്ഷണം നമുക്ക് ലഭിക്കുന്ന സഹോദരന് ലഭിക്കുന്ന ഒരു സാക്ഷ്യമായിരുന്നു ഇത്. തൻ്റെ ജീവിതത്തിലുണ്ടായൊരു വലിയ അസ്വസ്ഥതയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. 8 വർഷം കാലമായിട്ടുണ്ടായിരുന്ന കാലിൻ്റെ മരവിപ്പ്, കാലിന് തുടയിലുണ്ടായിരുന്ന ഒരു പരു, വളരെ ഉത്സാഹത്തോടു കൂടിയാണ് അദ്ദേഹം പറയുന്നത്. അത് അപ്രത്യക്ഷമായി. വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ സക്കൈവൂസ് ഒരു മരക്കൊമ്പിലിരുന്ന്, എൻ്റെ അഹന്തയിൽ ഞാൻ കയറിയിരുന്ന് എനിക്കുണ്ടായിരുന്ന വചനം കേട്ടപ്പോൾ ഈശോ എന്നെ സന്ദർശിച്ചപ്പോൾ ഈശോ പറഞ്ഞത്, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു എന്നാണ് സക്കൈവൂസിനോട് പറഞ്ഞത്. അതുപോലെ തന്നെ
ഇദ്ദേഹം എത്ര തന്നെ ആത്മീയമായി ജീവിച്ചിരുന്നുവെങ്കിലും ഈശോയുടെ ആ വചനമാണ് അദ്ദേഹത്തെ സുഖപ്പെടുത്തി അദ്ദേഹത്തെ ഈ ആലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. നമുക്കെപ്പോഴും വചനം ശ്രവിച്ചുകൊണ്ടിരിക്കാം. ഇവിടെ ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾ പറയുന്ന എല്ലാ മക്കളും പറയാറുണ്ട്, ഞാൻ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ സീരിയലിനും സിനിമകൾക്കും അതുപോലെ തന്നെ സൈറ്റുകൾക്കൊക്കെ അഡിക്ഷൻ ആയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ഇന്ന് എൻ്റെ ഏറ്റവും വലിയ അഡിക്ഷൻ ഇവിടുത്തെ ആരാധനയാണ്. ആരാധന പങ്കുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഒരുപാട് സൗഖ്യങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ജോസഫ് അച്ഛനോട് ഒരുപാട് മെസ്സേജുകളാണ്. നമ്മുടെ സൗഖ്യം കൃത്യമായി നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ശരീരത്തിലോ നമ്മുടെ ജീവിതാവസ്ഥയിലോ ഉണ്ടാകുന്ന എല്ലാ അപകട സൂചനകൾക്കും അച്ഛൻ കൃത്യമായി നമുക്ക് ആരാധനയിലൂടെ മെസ്സേജ് തന്നുകൊണ്ടിരിക്കും. അത് നാം സംരക്ഷിക്കപ്പെട്ടിരിക്കും. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. അദ്ദേഹം ചെയ്യുന്ന ഒരു നല്ല കാരുണ്യ പ്രവൃത്തിയെക്കുറിച്ച് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. സമയം ആരുമില്ലാത്ത വയസ്സായിട്ടുള്ള പ്രായമായിട്ടുള്ള മക്കളുടെ അടുത്ത് ചെന്നിരുന്ന് ഞാൻ സമയം ചെലവഴിച്ച് അവരോട് സംസാരിക്കുന്നു എന്നൊരു നല്ല കാരുണ്യ പ്രവൃത്തിക്ക് ഉടമ കൂടിയാണ് ഈ പൗലോസ് എന്ന സഹോദരൻ. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. പ്രവാസികളായി കഴിയുന്ന എല്ലാ മക്കളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വയ്ക്കാം. ജീവിതത്തിൽ നിരാശ നിറഞ്ഞിരിക്കുന്ന എല്ലാ മക്കളെയും, ഡിപ്രഷനിലായിരിക്കുന്ന എല്ലാ മക്കളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ആരോഗ്യത്തെ സംബന്ധിച്ച് വിഷമിക്കുന്ന എല്ലാവരെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി സാക്ഷ്യം നമുക്ക് പേര് തോമസ് ഫിഷാൽ. ഇതെൻ്റെ അമ്മ പൗളീന ഡൊമിനിക്ക്. ഇതെൻ്റെ ഇളയ മകൾ ജാസ്ലിൻ മരിയ. ഞാൻ കൊച്ചി രൂപത കാട്ടിപ്പറമ്പ് സെൻറ്റ് ഫ്രാൻസിസ് അസിസി ഇടവകയിൽ നിന്നാണ് വരുന്നത്. ആദ്യം എനിക്ക് തന്ന നന്മകൾക്കായി ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമായ പരിസമ്മയ്ക്ക് തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ഞാനിന്നിവിടെ നിൽക്കുന്നത് എൻ്റെ കരിയറിലുണ്ടായ ഒരു ഷിഫ്റ്റും എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന ഒരു വലിയ തകർച്ചയുടെയും ഭാഗമായിട്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയുണ്ടായി. ഉടമ്പടി എടുത്തത് 2024 ഏപ്രിൽ 23 ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ആ സമയത്ത് ഞാനൊരു വലിയ ഫിനാൻഷ്യൽ ബാധ്യതയിലേക്ക് പോവുകയുണ്ടായി. ഒരു ക്രിപ്റ്റോ ട്രേഡിംഗ് മൂലം ഒരു റോങ് പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ പോയി അതിൻ്റെ ചതിക്കുഴിയിൽ വീണു. ഞാൻ ഒരുപാട് തകർന്നു പോയി. എൻ്റെ സമ്പാദ്യമെല്ലാം പോയി. ഞാനൊരു IT പ്രൊഫഷണലായിരുന്നു. ഈ സംഭവം നടക്കുന്നതിൻ്റെ കൂടെ തന്നെ എൻ്റെ കമ്പനിക്ക് ഒരുപാട് പ്രൊജക്റ്റ് ലോസ് സംഭവിക്കുക. അവർ ഒരു വലിയ കമ്പനി ഒരു തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ആ സമയത്ത് വേറെ ജോലി ഞാൻ നോക്കാൻ തുടങ്ങി. ഒന്നും ലഭിക്കുന്നില്ലായിരുന്നു. ഞാൻ ഈ സമയമൊന്നും മാതാവിനോടുള്ള ഒരു പ്രാർത്ഥന മുടക്കുകയോ പിതാവായ ദൈവത്തിനെ കുറ്റപ്പെടുത്തുകയോ ചെയ്തില്ല. എന്നെ ഏറ്റവും കൂടുതൽ ഉദ്ബോധിപ്പിച്ചിട്ടുള്ള ഒരു ബൈബിളിലെ പുസ്തകം എന്ന് പറയുന്നത് ജോബിൻ്റെ പുസ്തകവും രണ്ടാമത്തത് തോബീത്തിൻ്റെ പുസ്തകവുമായിരുന്നു. ഇതെപ്പോഴും ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്ന 2 പുസ്തകങ്ങളാണ്. അപ്പോൾ ഞാൻ പ്രാർത്ഥനയിൽ തുടർന്നുകൊണ്ടിരുന്നു. ഞാൻ കരുതി ഇനി എൻ്റെ കരിയറിൽ പുതിയൊരു ഈ പ്രൊഫഷൻ്റെ സെയിം പ്രൊഫഷനിലേക്ക് ഇനിയൊരു ജോലി ലഭിക്കുമെന്നുള്ളൊരു വലിയ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. എല്ലാവരും പറഞ്ഞു വേറെ എന്തെങ്കിലും നോക്കാം. വീട്ടിൽ മാതൃയൊക്കെ പറഞ്ഞു വേറെ എന്തെങ്കിലും നോക്കാം. ശരി, ഞാനവർ പറഞ്ഞു മാതാവിൻ്റെ ആഗ്രഹമാണ്, പിതാവിൻ്റെ ഹിതമനുസരിച്ചിട്ട് എന്താണോ എനിക്കിനി ലഭിക്കുന്നത് അതിലേക്ക് പോകാം എന്നുള്ളൊരു വലിയ ഇതിലേക്ക് ഇനി വലിയ പ്രതീക്ഷകളൊന്നുമില്ലായിരുന്നു. ഞാനതങ്ങനെ പതുക്കെ വിട്ടു. അപ്പോൾ എൻ്റെ ഉള്ളിൽ എന്തായാലും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ഇത്രയും കാലം വർക്ക് ചെയ്ത എൻ്റെ പ്രൊഫഷൻ ഇത് തന്നെയാണ്. അപ്പോൾ എനിക്ക് ഇതിൽ തന്നെ കിട്ടണം എന്നൊരു ആഗ്രഹമുണ്ടെങ്കിലും ഞാൻ വേറെ എന്ത് ജോലി ചെയ്യാനും തയ്യാറായിരുന്നു. അങ്ങനെ പുറത്തേക്ക് പോകാനായിട്ട് ഇതിനിടയ്ക്ക് കാനഡ ഒരു PR ആപ്ലിക്കേഷൻസ് കൊടുത്തിരുന്നെങ്കിലും ഫൈനൽ സ്റ്റേജിൽ ഇതേ സമയത്ത് തന്നെ അതും റിജക്റ്റായിപ്പോയി. പിന്നെ വേറെ ഏതെങ്കിലും യൂറോപ്യൻ കൺട്രീസ് നോക്കാമെന്ന് വിചാരിച്ചാൽ അത് കൊടുക്കുക, അതിനൊരു റിപ്ലൈ ഇല്ല. അതും അങ്ങനെ ഒരു റിപ്ലൈയും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോയി. ഞാൻ എൻ്റെ ഈ സമയത്ത് ബ്രദർ ഇൻ ലോയുടെ ഒരു ഓർഗനൈസേഷനിൽ ഞാനവിടെ എൻ്റെ പ്രൊഫഷനല്ല, അത് അക്കൗണ്ട്സാണ്. അവിടെ ചെറിയൊരു ജോലിയായിട്ട് എനിക്ക് അവിടെ തരപ്പെടുത്തി തന്നു. അങ്ങനെ ഞാനതുമായിട്ട് മുന്നോട്ട് പോയി. അതിവിടെ ആയിരുന്നില്ല, കോഴിക്കോടായിരുന്നു.
അങ്ങനെ ഞാൻ അവിടെ ഒരു 6 മാസത്തോളമായി അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് ഞാൻ എൻ്റെ നിരവധിയായ എൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ എല്ലാം പതുക്കെ പതുക്കെ മറന്ന് എൻ്റെ ഫാമിലി എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു അതിൻ്റെ കാര്യത്തിൽ. അതിൽ ഞാൻ അവരോട് എല്ലാവരോടും പ്രത്യേകം നന്ദി പറയുകയാണ്. ഈ സമയത്താണ് എനിക്കൊരു ബോധമുണ്ടായിരുന്നു. ഞാൻ ജപമാല ചൊല്ലുമ്പോൾ സാധാരണ പ്രത്യേകിച്ചൊന്നും നിയോഗങ്ങളോ ഒന്നും വെക്കുകയില്ല. ചുമ്മാ ജപമാല നന്മ പറഞ്ഞവരും ചൊല്ലുക, രഹസ്യങ്ങളൊക്കെ എല്ലാം ചൊല്ലുക, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ 2-3 ആഴ്ച മുമ്പാണ് എനിക്ക് ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു വെളിപ്പെടുത്തൽ പോലെ തോന്നി തുടങ്ങിയത്. നിയോഗം വെച്ച് പ്രാർത്ഥിക്കണം. നിയോഗം പ്രധാനമായിട്ടും വെക്കാനായിട്ട് എനിക്ക് തോന്നിപ്പിച്ചിരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോളി യുക്രിസ്റ്റിനെ പറ്റിയുള്ള നിയോഗമായിരുന്നു. അത് യുക്രിസ്റ്റിൻ്റെ ആ ഒരു വലിയ മഹത്വം അത് നിഷേധിക്കുന്ന പലരിലേക്കും വെളിപ്പെടുത്തി കിട്ടണം. അതോടൊപ്പം മാതാവിനെ നിഷേധിക്കുന്ന പലരിലേക്കും അത് വെളിപ്പെട്ട് കിട്ടണം എന്നുള്ളൊരു വലിയ നിയോഗമായിരുന്നു. ഞാൻ എൻ്റെ ഒരു രഹസ്യത്തിൽ എപ്പോഴും അത് വെച്ചിരുന്നത്. ഈ 2-3 ആഴ്ച ഇത് തുടങ്ങി 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഫ്രണ്ട് എന്നെ വിളിച്ചു. ഇങ്ങനെ ഒരു കമ്പനിയിൽ ഒരു ഓപ്പണിംഗ് വന്നിട്ടുണ്ട്. അവരുടെ ഇൻഹൗസ് ടീമിലേക്കാണ്. നമ്മുടെ എൻ്റെ അതേ പ്രൊഫൈലാണ്, വെബ് ഡെവലപ്പറാണ്. അപ്പോൾ അതേ പ്രൊഫൈലിലേക്കാണ്. ഇത് പ്രത്യേകിച്ച് ഇൻ്റർവ്യൂ ഒന്നും ഉണ്ടാവുന്നില്ല. ജസ്റ്റ് അവനെല്ലാ കാര്യങ്ങളൊക്കെ എല്ലാം പുള്ളിനോട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല, ഓൾറെഡി അതിനെപ്പറ്റി ഡിസ്കഷനൊക്കെ എല്ലാം കഴിഞ്ഞ് ഞാനുമായിട്ട് ചെറിയൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ഇത് എനിക്ക് ഈ ജോബ് കൺഫർമേഷൻ വരുന്നത് ഞാൻ ഉടമ്പടി എടുത്ത 23 എന്ന് പറയുന്ന ആ തീയതിയിൽ തന്നെയാണ് എനിക്ക് ഈ മാസം ഈ ഒരു കൺഫർമേഷനിലേക്ക് എനിക്ക് വരുന്നത്. അപ്പോൾ നാളെ എനിക്ക് ആ ജോലിയിലേക്ക് ഞാൻ കയറാനായിട്ട് എനിക്ക് അതിൻ്റെ ക്രെഡൻഷ്യൽസ് എല്ലാം അവർ അയച്ചു തരികയും ചെയ്തിരിക്കുന്നു. അപ്പോൾ എനിക്ക് ആകപ്പാടെ ഈ മാതാവിൽ നിന്നും എനിക്ക് കിട്ടിയിരിക്കുന്ന ഏക അടയാളം എന്ന് പറയുന്നത് ഈ ഒരു ഡേറ്റ് മാത്രമാണ്. 23 എന്ന് പറയുന്ന ഒരു ഡേറ്റ് മാത്രമാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു അടയാളം. ഈ കാലഘട്ടത്തിന് ഈ ഉടമ്പടി എടുത്ത് ഇത്രയും നാൾ വരെ എനിക്ക് പ്രത്യേകിച്ച് വേറെ അടയാളങ്ങളോ ഒന്നും ഉണ്ടായില്ല. ഞാൻ ആകെ പ്രാർത്ഥിച്ചിരുന്നത് പിതാവിൻ്റെ ഹിതം എന്താണോ അതനുസരിച്ചിട്ട് എനിക്ക് തന്നാൽ മതി. എനിക്ക് ഇന്നത് വേണമെന്നൊന്നുമില്ല, ഇന്ന ഡേറ്റിന് കിട്ടണമെന്നുമില്ല. ഒരു ഡേറ്റോ പറഞ്ഞിട്ടില്ല, ഇന്ന സംഭവം ഇന്ന ഇത് തന്നെ എനിക്ക് വേണമെന്നില്ല. നിനക്ക് എന്താണോ ഇഷ്ടം, നിനക്ക് എന്താണോ എന്നെക്കൊണ്ട് ആഗ്രഹിക്കുന്നത് അതെല്ലാം നിൻ്റെ ഹിതം പോലെ അത് ചെയ്തോട്ടെ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയിരുന്നിട്ടുള്ളൂ. ഈ 2 വലിയ സാക്ഷ്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇപ്പോൾ പറയാനായിട്ടുണ്ടായിരുന്നത്. കൂടാതെ എൻ്റെ മോൾക്ക് പണ്ട് ഞാനൊരു സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ 2018 ഞാനിവിടെ ഉടമ്പടി എടുത്തിട്ടുള്ളതാണ്. അന്ന് ഒരു ജോലി പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അതിനുശേഷം പതുക്കെ ഉടമ്പടിയിൽ നിന്ന് ഒന്ന് തെന്നി മാറി, കുറച്ച് അഹങ്കാരം കൂടി. അതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ സമയത്ത് എൻ്റെ മോൾക്ക് ഒരു ചെറിയ ഇങ്ങനെ അലർജിക്ക് വരുമായിരുന്നു. ഞാനത് അവളുടെ കാലിൽ മാതാവിൻ്റെ തൈലം പുരട്ടി അത് പിന്നീട് അത് മാറുകയാണ് ഉണ്ടായത്. അതൊരു വലിയ സാക്ഷ്യമായിട്ട് ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. അന്ന് യൂട്യൂബൊന്നും ഇല്ലായിരുന്നു, അങ്ങനെ അപ്ലോഡൊന്നും ചെയ്തതായിട്ട് ഞാൻ കണ്ടില്ല. ഈ സമയത്ത് ഞാനത് ഒന്നും കൂടി ഓർത്ത് ഞാനത് പറയുകയാണ്. എനിക്ക് ഇവിടെ ആൾത്താരിൽ കയറി നിന്ന് അങ്ങനെ ഒരു സാക്ഷ്യം പറയണമെന്നുള്ള ഒരു ആഗ്രഹം പണ്ട് എൻ്റെ മനസ്സിൽ അങ്ങനെ കിടന്നിരുന്നു. അന്നത് സാധിച്ചില്ല. പക്ഷേ ഇന്ന് മാതാവ് അതിന് ഒരു വഴിയൊരുക്കിയിരിക്കുന്നതായിട്ട് മാതാവിന് പ്രത്യേകം നന്ദി പറയുകയാണ്. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തിരുന്നത് പത്രം ഞാൻ കൊടുക്കാറുണ്ട്. ആ ക്രൈസ്തവ മേഖലയിലും ഞാൻ റെയിൽവേ സ്റ്റേഷനിലൊക്കെ കൊടുക്കിരുന്നു. എനിക്ക് ആയിക്കോട്ടെ, ഞാൻ ഒറ്റയടിക്ക് പത്രം കൊടുത്ത് തീർക്കാറില്ല. പകുതി ചിലത് പള്ളിയിൽ കൊടുക്കും, കുറച്ച് വേറെ എവിടെയെങ്കിലുമൊക്കെ നിന്ന് കൊടുക്കും. ബസ് സ്റ്റോപ്പിലല്ല, പള്ളിയുടെ ഫ്രണ്ടിൽ പുറത്ത് യാത്രക്കാർ പോകുന്ന സ്ഥലത്തൊക്കെ ആയിരിക്കും നിന്ന് കൊടുക്കുന്നത്. കൂടാതെ കാരുണ്യപ്രവൃത്തികളായിട്ട് പൊതിച്ചോറ് വഴിയിലൊക്കെ കൊടുക്കാറുണ്ട്. വഴിയിലല്ല, ഞങ്ങളുടെ ആ ഭാഗത്തായിട്ട് 2-3 അപ്പന്മാരുണ്ട്. അപ്പോൾ പറ്റാവുന്ന രീതിയിൽ അവർക്ക് കൊടുക്കാറുണ്ട്. പിന്നെ എന്തെങ്കിലും ആരെങ്കിലും കാണുകയാണെങ്കിൽ
എന്തെങ്കിലും ഒരു ബ്രെഡ് എന്തെങ്കിലുമൊക്കെ മേടിച്ച് ആ സമയത്ത് ചിലപ്പോൾ രാത്രി കാലങ്ങളൊക്കെ ആയിരിക്കും, ഞാൻ പുറത്ത് എവിടെയെങ്കിലും പോകുമ്പോഴായിരിക്കും ഇത് ആരെങ്കിലും കാണുന്നത്. അപ്പോൾ അവർക്ക് അങ്ങനെ മേടിച്ച് കൊടുത്ത് പറ്റുന്ന രീതിയിൽ ഞാനങ്ങനെ സഹായിക്കാറുണ്ടുള്ളത്. പിന്നെ അടുത്തൊരു അഗതി മന്ദിരമുണ്ട്, അവിടെ ഇടയ്ക്ക് പോയിട്ടുണ്ട്. അവിടേക്ക് വേണ്ട സഹായങ്ങളൊക്കെ തന്നിൽ കഴിയുന്നത് ചെയ്തു കൊടുക്കാറാണ് ചെയ്യുന്നത്. ഇത്രയും വലിയൊരു അനുഗ്രഹം തന്ന തിരുക്കുമാരനും മാതാവിനും പ്രത്യേകം എൻ്റെ നന്ദി പറയുന്നു. ഇനിയും ഉടമ്പടിയിൽ തെന്നിമാറാതെ ജീവിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് എൻ്റെ അമ്മ മാതാവ് സഹായിക്കുമെന്ന് ഒരു വലിയ വിശ്വാസത്തോടു കൂടി ഞാൻ നിർത്തുന്നു. ഞാൻ 2024 ഏപ്രിൽ 23 ഉടമ്പടി എടുത്തത്. എൻ്റെ മകന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. അപ്പോൾ മകനിപ്പോൾ നല്ലൊരു ജോലി ഇപ്പോൾ കിട്ടി. ജോലിയില്ലാത്ത അവസരത്തിൽ അവൻ്റെ കഷ്ടപ്പാടും ദുരിതമൊക്കെ കണ്ടപ്പോഴാണ് ഞാൻ അവന് വേണ്ടിയിട്ട് ഉടമ്പടി എടുത്തത്. ഇപ്പോൾ അവന് നല്ലൊരു ജോലി ലഭിച്ചു. അതിന് അത്രയും വലിയ അനുഗ്രഹം തന്ന് ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ച അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുന്നു. പപ്പക്ക് ജോലി തന്ന ഈശോയ്ക്കും അമ്മ മാതാവിന് 1000 നന്ദി. തോബിത്തിൻ്റെ പുസ്തകം 5-ാം അധ്യായം 16-ാം തിരുവചനം. ഇവനോടുകൂടെ പൊയ്ക്കൊള്ളുക, ഉന്നതത്തിൽ വസിക്കുന്ന ദൈവം നിന്റെ മാർഗം ശുഭമാക്കും, അവിടുത്തെ ദൂതൻ നിന്നെ കാത്തുകൊള്ളും. തോമസ് വിശാലിൻ്റെ വളരെ ശക്തമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം കേട്ടത്. തോമസ് വിശാലിനോട് നമ്മളോട് പറയാനുള്ള ഒരു വലിയ സന്ദേശം ഇതാണ്: ഉടമ്പടി ഉഴപ്പരുത് എന്നാണ് അദ്ദേഹം നമ്മോട് ഓർമ്മിപ്പിക്കുന്നത്. കാരണം 2018 ഉടമ്പടി എടുത്തതിന് ശേഷം തനിക്ക് ആവശ്യമായ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം പിന്നെ വളരെ പതുക്കെയായി ഉടമ്പടി പ്രാർത്ഥനകളും ഉടമ്പടി പ്രവർത്തന രീതികളുമെല്ലാം ഒന്ന് ഉഴപ്പിയതിൻ്റെ ഭാഗമായി വീണ്ടും പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് ഓടി വരേണ്ട ഒരു വലിയ സാഹചര്യം, വലിയ ഒരു ജീവിത പ്രതിബദ്ധത അദ്ദേഹത്തിനുണ്ടായപ്പോൾ പരിശുദ്ധ അമ്മയെ ചേർത്ത് പിടിച്ച് വീണ്ടും അദ്ദേഹം ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചു. അതൊരു വലിയ സങ്കടത്തിൻ്റെ സമയമായിരുന്നു. പല മക്കളും ഇവിടെ വന്ന് അമ്മമാരും ഇവിടെ വന്ന് ഉടമ്പടി പറയുമ്പോൾ ഉടമ്പടി പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റു പറയാറുണ്ട്, ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ആണ് സാക്ഷ്യം പറയുന്നത്. പക്ഷെ മക്കൾ ചിലരെല്ലാം ഉടമ്പടി എടുക്കാൻ മടിച്ച് പിന്നോട്ട് നിൽക്കുന്നുണ്ട്. കാരണം അതിന് ഉപവസിക്കണം, കൃത്യമായി കുമ്പസാരിക്കണം, കൃത്യമായി വിശുദ്ധ ബലിയിൽ പങ്കെടുക്കണം. ഇതെല്ലാം ഒരു സമയമില്ലാത്ത ഒരവസ്ഥയായിട്ടാണ് മക്കളൊരു എക്സ്ക്യൂസ് പറയാറുള്ളത്. പക്ഷേ ഈ അമ്മ മകന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ മകനും അതോടുകൂടി തന്നെ കുടുംബം മുഴുവനും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു വലിയ അത്ഭുതമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിശാൽ IT പ്രൊഫഷണലാണ്. ജോബിനെ പോലെ പ്രാർത്ഥിക്കുന്ന ഒരു നല്ല ഹൃദയം അദ്ദേഹത്തിന് ഈശോ നൽകിയിരിക്കുകയാണ്. കാരണം നീ എടുത്തു, നീ തന്നു, നീ എടുത്തു, നിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ എന്നാണ് ജോബ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ദൈവത്തിൻ്റെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്ന് അദ്ദേഹം തുടർച്ചയായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 1 വർഷക്കാലം അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെട്ടിട്ട് വീണ്ടും ജോലി കിട്ടാനായിട്ട് 1 വർഷക്കാലം പ്രാർത്ഥിച്ചത് ഒട്ടും തന്നെ നഷ്ടമായിട്ടില്ല, അല്ലെങ്കിൽ എൻ്റെ പ്രത്യാശയ്ക്ക് അല്പം പോലും ഉടവ് വന്നിട്ടില്ല എന്നാണ് തോമസ് വിശാൽ പറയുന്നത്. കാരണം ജപമാല ചൊല്ലിക്കൊണ്ട് ജപമാലയിൽ എന്തെല്ലാം സമർപ്പിക്കണം, ജപമാലയുടെ ദിവ്യരഹസ്യങ്ങളെല്ലാം കൃത്യമായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും വിശുദ്ധ കുർബാനയുടെ വളരെ വലിയ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ള ഒരു വലിയ അത്ഭുതം, ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമായ പരിശുദ്ധ അമ്മ നൽകിയ വലിയ ഒരു വിവേകവും അറിവുമാണ് വിശുദ്ധ കുർബാനയുടെ പ്രത്യേകതകളെക്കുറിച്ചും അതിനെ നിരാകരിക്കുന്ന ബ്ലാക്ക് മാസ് പോലെയുള്ള ഒരുപാട് വേദനിപ്പിക്കുന്ന അനുഭവങ്ങളുള്ള എല്ലാ വ്യക്തികളെയും സംഭവങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനുള്ള വലിയൊരു അനുഗ്രഹമാണ് തോമസ് വിശാലിന് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ കുടുംബം മുഴുവനും പ്രാർത്ഥനയിലേക്ക് വരുവാനും എന്തൊക്കെ തന്നെ ഉണ്ടായാലും ഒരിക്കലും ഈശോയെ ഉപേക്ഷിക്കാതെ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ഉപേക്ഷിക്കാതെ ഒരു ദിവസം പോലും കടന്നു പോകാതിരിക്കാനോ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. തോമസ് വിശാലിൻ്റെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് നമ്മുടെ എല്ലാ ജീവിത നിയോഗങ്ങളെയും സങ്കടങ്ങളെയും ചേർത്ത് വയ്ക്കാം. എത്ര തന്നെ ജീവിത ഭാരങ്ങളുള്ള പ്രശ്നങ്ങളായാലും പരിശുദ്ധ അമ്മ അതെല്ലാം ലഘൂകരിച്ച് തരും. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്കുണ്ടായിരിക്കും. ദിവ്യബലിയിൽ നമുക്ക് പരിപൂർണമായി പങ്കുകൊള്ളുകയും ഈശോയുടെ മാധ്യസ്ഥവും ഈശോയുടെ തിരുരക്തത്തിൻ്റെ ആ വലിയ സംരക്ഷണം നമുക്ക് ഏറ്റുവാങ്ങുകയും ചെയ്യാം. നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് വിശാലിൻ്റെ ഈ സാക്ഷ്യത്തിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.